പപ്പയുടെ മരണത്തിന് ശേഷമാണ് ഞാൻ യേശു കർത്താവിനെ അപ്പാന്ന് വിളിക്കാൻ തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ ദൈവം ഭയങ്കരമായിട്ട് എന്നെ സൗഖ്യമാക്കി. എനിക്കിന്ന് അവിടെ ഇരുന്നപ്പോൾ കുറച്ചു നേരം ഞാനിങ്ങനെ അന്യഭാഷയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്കൊരു ഫ്രീഡം തരുന്നു. ഇന്നു മുതൽ എനിക്ക് എൻ്റെ കർത്താവിനെ അമ്മയെന്ന് വിളിക്കാം. കാരണം അവിടുന്ന് നമ്മുടെ എല്ലാമാണ്. ഈ മുറിക്കകത്ത് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൺലൈനിൽ വേർപാടിൻ്റെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാം കർത്താവ് സൗഖ്യമാക്കുന്നു. കാരണം അവിടുന്ന് നിത്യപിതാവാണ്. പെറ്റമ്മ മറന്നാലും മാറിയാലും മാറാത്തൊരു നല്ല യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങളൊന്ന് ഉയർത്തി ഈ അന്തരീക്ഷത്തിൽ നിറയുന്ന ദൈവിക സൗഖ്യം, അവൻ മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്നതിനാൽ ഇപ്പോൾ അത് പ്രാപിക്കാം. ഞാനും അത് പ്രാപിക്കുകയാണ്. കമോൺ, ഒരു മിനിറ്റ് ഒന്ന് അന്യഭാഷയിലൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നവരങ്ങനെ ഒന്ന് വാ തുറന്ന് അപ്പാന്ന് വിളിക്കുന്നവരങ്ങനെ യേശുവേ എന്നൊന്ന് വിളിച്ചോണ്ട് മറ്റ് ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ യേശുവേ യേശുവേ യേശുവേ. താങ്ക് യു ഫോർ യുവർ ഹീലിംഗ്. 1984 ഡിസംബർ 22 എൻ്റെ 5 സഹോദരങ്ങളുടെ ഇളയ സഹോദരനായി, പ്രിയ പപ്പയുടെ മമ്മിയുടെ ഇളയ മകനായി മണക്കാലയിലുള്ള പഴയ ചർച്ചിൻ്റെ ചെറിയ പാഴ്സനേജിൻ്റെ ആ ചെറിയ മുറിയിൽ പിറക്കുവാനൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. എൻ്റെ പപ്പയുടെ മമ്മിയുടെ കരങ്ങളിൽ നിന്ന് എടുത്ത് എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച അപ്പച്ചനാണ് ബെഞ്ചമിൻ അപ്പച്ചൻ. അത് കഴിഞ്ഞ് തട്ടയിലും കല്ലൂഴിയിലെ ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പനന്തോപ്പ് ഭാഗത്തേക്ക് വന്നപ്പോൾ എൻ്റെ 8ാം വയസ്സിൽ മാങ്ങാനും അപ്പച്ചനൊക്കെ വന്ന് കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തുന്ന ആ കൂട്ടത്തിൽ എവിടോ ഇരുന്ന് എനിക്ക് ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. ആകെ പേടിച്ചുപോയി. എൻ്റെ ചെറിയ ഓർമ്മയാണ്. അന്ന് മമ്മിയാണ് എന്നോട് പറഞ്ഞത്, മോനെ നീ പേടിക്കണ്ട, നീ അഭിഷേകത്തിൻ്റെ സ്പർശനം അനുഭവിച്ചതാണ്. യേശു കർത്താവിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മിയിലുണ്ടായിരുന്ന അഭിഷേകമാണ്. അതിനകത്ത് ജ്ഞാനം ഉണ്ടായിരുന്നു, വിവേകം ഉണ്ടായിരുന്നു, വിസ്ഡം, ഡിസേൺമെൻ്റ് ഉണ്ടായിരുന്നു, പ്രാർത്ഥനയുടെ വരം ഉണ്ടായിരുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് പരിശുദ്ധാത്മാവിന് കൊടുക്കാനാണ് മമ്മി ഇഷ്ടപ്പെടുന്നത്. ഇന്ന് ഈ ശുശ്രൂഷയിലും അങ്ങനെ അഭിഷേകത്തിന് വില കൊടുക്കുന്നവരെല്ലാം ഒന്ന് കര ഉയർത്തി. ഉന്നത വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത എൻ്റെ മമ്മിക്ക് പരിശുദ്ധാത്മ അഭിഷേകമാണ് ഇത്രയും വലിയ മാന്യത കൊടുത്തതെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പെൺകുട്ടികളോടും പ്രത്യേകിച്ച് പറയുന്നു, എല്ലാ കുഞ്ഞു മക്കളോടും പറയുന്നു, പരിശുദ്ധാത്മ അഭിഷേകത്തിന് നിങ്ങളുടെ ഡെസ്റ്റിനിയെ തിരിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ മാതൃകയാണ് എൻ്റെ മമ്മി. എൻ്റെ ഓർമ്മയിൽ പനന്തോപ്പിൽ വെച്ച് തന്നെ എനിക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ നയിച്ചത് മമ്മിയാണ്. കല്ലുകുഴിയിൽ നടക്കുന്നൊരു മാസയോഗത്തിന് പോയി പൊതുസ്ഥലത്ത് പൊതുയോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് രക്ഷയുടെ വാക്കുകൾ സാക്ഷ്യമായി പറയണമെന്ന് മമ്മി എന്നെ ഉപദേശിച്ചു. എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുവക്കിലേക്ക് വന്നു. 14ാം വയസ്സിൽ എന്നെ സ്നാനപ്പെടുത്തിയ അങ്കിളാണ് ജോൺസൺ ഡാനിയൽ അങ്കിൾ. എന്നെ സ്നാനജലത്തിലേക്ക് ഏറെ പ്രോത്സാഹിപ്പിച്ചത് മമ്മിയാണ്. പിന്നീട് എൻ്റെ ബ്രദർ ജോൺസൺ ചാനാണ് ശുശ്രൂഷയിൽ ആദ്യം ഇറങ്ങുന്നത്. ജോൺസൻ്റെ ആ ഓട്ടോ ഒക്കെ മമ്മിയിൽ നിന്ന് കിട്ടിയതാണ്. ജോൺഷാനും സീച്ചാനുമാണ് മമ്മിയുടെ സ്പീഡ് കിട്ടിയത്. ഞാനും ജെയിംഷാനും ഒക്കെ ഇച്ചിരിയും കൂടെ പെതുക്കെയാണ്. ജോസ്ഷാൻ മമ്മിയോടൊപ്പം ഒത്തിരി സമയം കർത്താവ് കൊടുത്തു. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപരിപഠനത്തിൽ നിന്നും ജോലിയിൽ നിന്നും ഒക്കെ മാറി പൂർണ്ണ സമയം ഒന്ന് അവൈലബിൾ ആയപ്പോൾ ഒത്തിരി സംശയങ്ങളുള്ള പലരും ചുറ്റിലും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ആദ്യം കൺവിൻസ് ചെയ്തത് കർത്താവാണ്. അത് കഴിഞ്ഞാൽ മമ്മി എന്നെ കൺവിൻസ് ചെയ്തു.
കാരണം എനിക്ക് മമ്മിയുടെയും പപ്പയുടെ ലൈഫ് നോക്കുമ്പോൾ അത് ഭയങ്കര ധൈര്യം തന്നു. ഇനി ശുശ്രൂഷ നടക്കുമ്പോഴും ജോൺസൺ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ നടുവിൽ നിന്ന് ഒത്തിരി ശുശ്രൂഷകരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. എന്നോട് ചേർന്ന് അത് വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. മമ്മിയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് പ്രെയർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോയി ശുശ്രൂഷിച്ച അലാസ്കയിൽ നിന്ന് പ്രിയ എറിക് ആൻഡ് അലീന വന്നിട്ടുണ്ട്. അല്പം മുമ്പ് മ്യൂണിക്കിൽ നിന്ന് സാജു പോളിനെ കണ്ടു. ജോൺസൺ ശുശ്രൂഷിച്ച ഒത്തിരി രാജ്യങ്ങളുണ്ട്. ജോൺസൺ പറഞ്ഞ പോലെ whenever we visit a nation or a city, mummy will find a verse and immediately she will share, this is going to happen. ചുമ്മാ പ്രാർത്ഥിക്കുകയല്ല, പ്രാർത്ഥിച്ചിട്ട് നമ്മളോട് പറയും, മോനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ നൈജീരിയയിൽ ഉണ്ടായിരുന്നു, ഞാൻ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു, ഞാൻ UK ഉണ്ടായിരുന്നു. അതായത് സ്പിരിറ്റിൽ മമ്മി ആ പ്രാർത്ഥന മുറിയിൽ നിന്ന് മൂവ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന്, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഈ അന്തരീക്ഷത്തിലല്ല അതിൻ്റെ ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവേ, ദാഹിക്കുന്ന മക്കളെ എല്ലാം അങ്ങ് നിറയ്ക്കണമേ. ഒരു പുതിയ തലമുറ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കണമേ. Hallelujah. Thank you, Holy Spirit. ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചതാണ്. കഴിഞ്ഞ ദിവസം പ്രിയ ബാബുച്ചെറിയാൻ അങ്കിൾ ഇവിടെ വരാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ അയച്ചതിനകത്ത് ഒരു വാക്ക് അത് ഇന്ന് എനിക്ക് എടുത്തു പറയണം. പ്രാർത്ഥിക്കുന്ന കുറച്ച് മാതാക്കൾ എഴുന്നേൽക്കുന്നതാണ് ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞാനങ്ങനെ പറഞ്ഞെങ്കിലും പിതാക്കന്മാർക്കും ജോയിൻ ചെയ്യാം. അതാത് ഇരിപ്പിടങ്ങളിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി, എൻ്റെ ദൈവമേ എന്നെ ഒന്ന് പ്രാർത്ഥനാ മനുഷ്യനാക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് തല ഉയർത്തി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ച്, യേശുവേ ഒരു 100 അമ്മമാരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഒരു 100 അമ്മമാരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കണേ യേശുവേ. നന്ദിയപ്പ, 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 നന്ദിയപ്പ. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എൻ്റെ പ്രാണപ്രിയനെ, പ്രത്യാശകാരണനെ, നിന്റെ വരവ് നനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെ. കരങ്ങളെ തട്ടി, എൻ്റെ പ്രാണപ്രിയനെ, പ്രത്യാശകാരണനെ, നിന്റെ വരവ് നനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെ. ഓ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. ആയതിനാലെ കന്മഷം നീക്കി കർത്തനെ നോക്കിടാം. സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. ആയതിനാലെ കന്മഷം നീക്കി കർത്തനെ നോക്കിടാം. സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദം. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെ. ആനന്ദമേറെയുണ്ട്,
എനിക്ക് ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്